എന്തായിരിക്കും? ബർത്ത്ഡേ ആയില്ല, പക്ഷെ നമ്മൾ നാളെ യാത്രയല്ല. ഹാപ്പി ബർത്ത്ഡേ മൈ ഡാർലിംഗ്. അത് സാരമില്ല. കാർഡുണ്ട്. ലൈറ്റ് ഇടട്ടെ. ഇഷ്ടമായ കാർഡ്? പിന്നെ നല്ല കാർഡാണ്. നോക്കട്ടെ. കൊള്ളാല്ലേ? താങ്ക് യു ഫോർ ബീയിങ് ദ മോസ്റ്റ്. നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ ഞാൻ റെഡി ആയി നിന്നേന്. വാവ്, അടിപൊളി. What is that? Chocolate. A small chocolate. Small. Thank you, Desu. Thank you so much. ഇഷ്ടമായ കൊച്ചിന്? പിന്നെ യെസ്. ഇനി നമുക്ക് കണക്കിലോട്ട് കടന്നാലോ? ഇത് ഏത് വകുപ്പിലാണ് ഇത് പഠിക്കുന്നത്? കണക്ക് നോക്കാത്ത നല്ലത്. ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത്. ഇഷ്ടമായല്ലേ? കൊച്ചു നമ്മളന്ന് ഹീത്രോ എയർപോർട്ടിൽ നാട്ടിൽ പോയപ്പോ കൊച്ചിങ്ങനെ നോക്കുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് കൊച്ചു പിന്നെ മേടിക്കാം എന്നൊക്കെ പറഞ്ഞു മാറ്റി വെച്ചു. മേടിക്കാന്നല്ല പറഞ്ഞത്, നല്ല പൈസയാണല്ലോ. അതാണ് ഓക്കെ. അപ്പൊ എനിവേ താങ്ക് യു സോ മച്ച്. അടിപൊളി ഗിഫ്റ്റ് ആണ്. ഇഷ്ടമായല്ലേ? ഞാൻ പ്രതീക്ഷിച്ചാൽ കൊച്ചു എന്തെങ്കിലും വാങ്ങിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് ഒരുമിച്ച് വാങ്ങിക്കാന്നൊക്കെ, പക്ഷെ ഇന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതൊക്കെ നമ്മള് പുറകിലല്ല, കംപ്ലീറ്റ് ചരടുവലി നടത്തുന്നില്ലേ നമ്മള്. ഞാൻ വിചാരിച്ചത് വീക്കുന്നത്, കാരണം മറ്റന്നാളാണ് എന്റെ ബർത്ത്ഡേ. അപ്പൊ നാളെ വൈകിട്ട് എന്തെങ്കിലും നീ തരുമെന്ന് വിചാരിച്ചു. അൺഫോർച്യുനേറ്റ്ലി അത് പറ്റില്ല, കാരണം നാളെ നമ്മള് അവിടെയാണ്. എന്നാലും കൊണ്ടുപോകാൻ പറ്റില്ല നമുക്ക്. അല്ല, ഇതൊക്കെ ചിലപ്പോ 100 ml എനിക്ക് റിസ്ക്. അപ്പൊ ഇത് നമുക്ക് കഴിക്കാം. ഇത് ഇന്നിപ്പോ ഫിനിഷ് ചെയ്യും നമ്മള്. ഉള്ളത് പെട്രോവള, പേരറിയില്ല. നമ്മള് വൺ ഓഫ് ദ ഐലൻഡ് ഇൻ കാനറി ഐലൻഡ്, അവിടെയാണ്. കാനറി ഐലൻഡ് അല്ലേ? കാനറി ഐലൻഡിലെ ഒരു ഐലൻഡ്, സെക്കൻഡ് ലാർജസ്റ്റ് ഐലൻഡ് ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ എന്താണ് ഇപ്പൊ ടാക്സി അല്ല, നമ്മളൊരു പാക്കേജ് അല്ലേ ബുക്ക് ചെയ്തത്. ശരിയാ. അപ്പൊ അവരുടെ ട്രാൻസ്ഫർ ഇവിടെ D4 പോകാൻ പറഞ്ഞു. D4 അല്ലേ? അപ്പൊ അങ്ങോട്ട് പോയാലോ? പക്ഷെ അടുത്ത യാത്ര ചെയ്ത് നല്ല ആരോഗ്യമാണല്ലേ? നല്ല ഉഷാറാണ്. ഇല്ല, അങ്ങനെ തോന്നിയില്ല കേട്ടോ. ഇല്ല, എന്നാ നടന്നോളൂ D4 നമ്മളിപ്പോ ബസ്സിലിരിക്കുവാണ്. ഒരു ഐലൻഡിലാണ്, സ്പെയിനിന്റെ പാർട്ടായിട്ടുള്ള കാനറി ഐലൻഡിലെ വൺ ഓഫ് ദ ഐലൻഡിലാണ്. നമ്മളൊരു വീക്കെൻഡ് ഗെറ്റ് വേ അല്ലെ വന്നേക്കാണ്. കൊച്ചിന്റെ പിറന്നാൾ ആഘോഷം നാളെയാണ് എന്റെ ബർത്ത്ഡേ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മള് ഇവിടെ നിന്ന് ചെറിയൊരു ബ്രേക്ക് അല്ലേ ഡീസൽ, ചെറിയൊരു വെതറൊക്കെ ഒന്ന് മാറി അല്ലേ? നല്ല തണുപ്പായിരുന്നു നമ്മൾ ഇറങ്ങിയപ്പോ. തണുപ്പ് മാറി വരുന്നത്, എന്നാലും തണുപ്പുണ്ട്. ഇവിടെ അടിപൊളി വെതറാണ്. നമ്മുടെ എന്താ പറയാ, ഒരു 21 ഡിഗ്രി അങ്ങനെ ആയിരിക്കും കേട്ടോ. കറക്റ്റ്. അത് വന്നപ്പോ പെട്രോൾ പമ്പ് പോലെ സണ്ണി ഡേ ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഫുൾ ഐലൻഡ് ആകുമ്പോൾ അറിയാലോ, സറൗണ്ടഡ് ബൈ സീ ആണ്. പിന്നെ ഇവിടുത്തെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ബീച്ചസ് തന്നെയാണ് കേട്ടോ. പിന്നെ ഫുഡിന്റെ കാര്യം നമുക്ക് അറിയത്തില്ല, നമുക്ക് ഇഷ്ടപ്പെടുമോ. ജസ്റ്റ് വ്യൂ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളൊരു പാക്കേജ്
പാക്കേജാണ് എടുത്തത് കേട്ടോ. ലവ് ഹോളിഡേസ് ആണ് ലവ് ഹോളിഡേസ് ത്രൂ എടുത്താണ് സെലക്ട് ചെയ്തത്. നമ്മള് ജസ്റ്റ് ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് നമ്മളിത് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു പാക്കേജ് അല്ല, എടുത്ത് ഇതിന് പോകുന്നത്. ഒരു പാക്കേജ് നമ്മൾ എടുത്തിട്ടുണ്ട് പോർച്ചുഗൽ പോയപ്പോൾ. ഓ ശരി. പക്ഷെ ഇങ്ങനെ ട്രാൻസ്ഫർ ഇതൊക്കെ ആദ്യമായിട്ട്. അപ്പോൾ നമ്മൾ എല്ലാം ഓൾ ഇൻക്ലൂസീവ് ആണ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ട്രാൻസ്ഫർ ബസ്, ഷട്ടിൽ ട്രാൻസ്ഫർ അതെല്ലാം ഇൻക്ലൂഡ്. അപ്പോൾ അതിലാണ് നമ്മളിപ്പം ഇവിടുന്ന് എനിക്ക് തോന്നുന്നത് മണ്ണാർ ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ സ്ഥലത്തോട്ട്. ഗിയക്കാരനിൽ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫുഡ് റിവറ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. എനിക്കറിയാം, ഞാൻ പറയുന്നില്ല. എനിവേ ആണ്. പിന്നെ എന്താ പറയാ, ഭാഷ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളിവിടെ നമ്മൾ അന്ന് സ്പെയിനിൽ വന്നപ്പോഴും അങ്ങനെയായിരുന്നു. ഈ പ്രശ്നമുണ്ട്. നമ്മുടെ ഈ ബസ്സിന്റെ ഡ്രൈവറിനോട് നമുക്ക് ഇറങ്ങേണ്ട ഹോട്ടലിന്റെ പേര് പറഞ്ഞിട്ട് പുള്ളിക്ക് മനസ്സിലാവണില്ല. പിന്നെ ബുദ്ധിപരമായി ഞാൻ കാണിച്ചു കൊടുത്തോണ്ട് അയാൾക്ക് മനസ്സിലായി. പിന്നെ കൊച്ചുമ്പോഴാണ് നിൽക്കുക. ഞാനത് പ്ലായ എന്ന് പറഞ്ഞിട്ട് പുള്ളി പഴം തൊടുത്തോണ്ട് വരുന്നത്. ഞാൻ പിന്നെ പേര് കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തു. ഒന്നും കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മളിപ്പം എത്തിയിരിക്കുകയാണ്. നമ്മള് നമ്മുടെ ഹോട്ടലിലോട്ട് പോവാണ്. അപ്പൊ നമ്മുടെ കുട്ടി ആഘോഷമാണ് അല്ലേ? ദുബായ് അല്ലെങ്കിൽ ഒരു സൗദി അറേബ്യ, സൗദി അങ്ങനത്തെ ഒരു ഫീല് വരുന്നുണ്ട്. ഹോട്ടൽ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അടിപൊളിയായിട്ടോ. നല്ല സർവീസ് ഒക്കെ അല്ലേ? നല്ല സർവീസ്. റിസപ്ഷനിൽ അതിന്റെ പേരെന്താ? ആന്റി. കൊള്ളാം. നല്ല ഹോട്ടലും. എന്തായാലും നമുക്ക് നമ്മുടെ റൂം പോയി നോക്കാം. റൂം ഇവിടെ നമ്മുടെ 205 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റിലോട്ട് പോകും. Wow, look at that. വീഡിയോ ഓഫ് ചെയ്തിട്ട് അതാക്കൊലിങ്ങി വെച്ചോ. യെസ്, സ്വാഗതം. വെൽക്കം ഹോം. അല്ല, വെൽക്കം ഹോട്ടൽ. ഞാൻ നേരെ പോകുമ്പോൾ എങ്ങോട്ടാണ് അറിയാം? ബീച്ച് വ്യൂ. യെസ്. പൂളും ബീച്ചും എല്ലാം കാണാം. തുറക്കാൻ പറ്റും. ഇവിടെ കസേരയൊക്കെ ഇട്ട് നമുക്ക് ഇരിക്കാം. എനിക്കിഷ്ടമായി കേട്ടോ. ആ ഫാനൊക്കെ ഉണ്ട്. ഫാൻ ഉണ്ടല്ലോ ഇവിടെ. ഇവിടെ ചൂടുള്ളതുകൊണ്ടായിരിക്കും. ആ ഫാൻ ഉണ്ട്. കൊള്ളാല്ലേ? ഇഷ്ടമായ കൊച്ചിന് പിറന്നാൾ സമ്മാനം കേട്ടോ കൊച്ചിനുള്ളത്. അപ്പം നമ്മള് അടുത്ത 2 ദിവസം ഇവിടെയാണുള്ളത്. അപ്പൊ നമുക്ക് ഒരു പ്ലാനും ഇല്ല അല്ലേ വെച്ചാൽ ജസ്റ്റ് ബീച്ചിൽ ഒന്ന് റിലാക്സ് ചെയ്യും. നമ്മൾ സാധാരണ ട്രിപ്പിന് പോകുമ്പോൾ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു, ഭയങ്കര ഒരു ദിവസം 25,000 സ്റ്റെപ്സ് എടുക്കുന്നു. ഇതൊക്കെയാണ് ഈ തവണ. ഈ ഒരു ട്രിപ്പ് നമ്മൾ വളരെ റിലാക്സ് ചെയ്യാൻ വന്നേക്കാണ്. അതെ, നമുക്ക് എന്താ ഒരു ഗിഫ്റ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ സ്വിമ്മിങ് അറിയാത്തത് ഒരു വളരെ വലിയ നഷ്ടമാണ്. ശരിയാ, 2 പേർക്കും അറിയില്ല. അല്ലേ നമുക്ക് സ്വിമ്മിംഗ് പൂൾ ഒന്ന് അർമാദിക്കായിരുന്നു. ബീച്ചിൽ ഇറങ്ങാം. എന്തായാലും ബീച്ചിൽ ഇറങ്ങാം. ഈ അങ്ങനത്തെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഓൾ ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തേക്കുന്ന ഹാഫ് ബോർഡാണ്. അതായത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും എടുത്തേക്കുന്നത്. ലഞ്ച് നമ്മൾ എടുത്തിട്ടില്ല. അത് വേണമെങ്കിൽ എടുക്കാം. എക്സ്ട്രാ 60 പൗണ്ട്സ്, പക്ഷേ 60 യൂറോസ്. പക്ഷെ അതിലെന്താന്ന് വെച്ചാൽ നമുക്ക് ആക്ച്വലി ഇന്നും നാളെ മാത്രമേ ലഞ്ച് കഴിക്കാൻ പറ്റുള്ളൂ. മറ്റന്നാൾ നമ്മൾ ഇവിടുന്ന് പോവാണ്. അതുപോലെ തന്നെ അതെന്തോ ഡ്രിങ്ക്സിനും എല്ലാം കൂടെ നമ്മളങ്ങനെ കുടിക്കാത്തതുകൊണ്ട് നമുക്ക് അതത്ര വേർത്തല്ല. അപ്പൊ നമ്മൾ എന്തായാലും ഇപ്പൊ നല്ല വിശപ്പുണ്ട് അല്ലേ ഡീസു? വരുന്ന വഴിക്ക് ഒരു ബർഗർ കിങ്ങോ അങ്ങനെ എന്തൊക്കെയോ താഴെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് അപ്പോൾ നടത്തുവാവും. നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ എന്ന് വിചാരിക്കുന്നു. നമുക്ക് കഴിച്ചേക്കാം. പക്ഷെ ഓവറോൾ സംഭവം നല്ല റെസ്റ്റോറൻ്റ് ആണ്. 4 സ്റ്റാർ ആണെന്ന് തോന്നുന്നു അല്ലേ? 4 സ്റ്റാർ ആണ്. അതിൽ കഴിച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് റെസ്റ്റ് ഒക്കെ ചെയ്യാം അല്ലേ? ഫുഡ് കഴിക്കാം. ഓക്കെ, റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ആക്ച്വലി അതെ, റെസ്റ്റ് ചെയ്യുക, ഫുഡ് കഴിക്കാൻ റെസ്റ്റ് ചെയ്യാം, പിന്നെ ഫുഡ് കഴിക്കാൻ വീണ്ടും റെസ്റ്റ് ചെയ്യാം. തന്നെ പരിപാടി. കുറച്ച് ബീച്ചിലോട്ടൊക്കെ പോകാം നമുക്ക്.
അപ്പോൾ ശരിക്കും ബർത്ത്ഡേ ഈവാണ്, നാളെയാണ് ബർത്ത്ഡേ, പക്ഷെ ബർത്ത്ഡേ ഈവ് ഞങ്ങളിവിടെ Thank you. അത് മുഴുവനും കുടിച്ചു തീർത്തോണം. Thank you. Enjoy. Thank you. You're welcome. അപ്പം മൊത്തത്തിൽ എനിക്ക് സർപ്രൈസ് ആണ് എല്ലാം. സർപ്രൈസ് ആണ്. ഡേയ്സിന് ഇത്രയും സർപ്രൈസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആദ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ആണല്ലോ. എന്റെ ഹെൽപ്പില്ലാതെ ഇതുവരെ കൊച്ചി ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്തിട്ടില്ല. ഹാപ്പി ബർത്ത്ഡേ മോളെ. ഹാപ്പി ബർത്ത്ഡേ ടു മീ. അപ്പോൾ നമ്മള് നാളെയാണ് എൻ്റെ ബർത്ത്ഡേ. അപ്പം കൊച്ച് ഇത്തവണ കുറേ എല്ലാ വർഷവും കൊച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷെ ഇത്തവണ ഞാനൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. ടു ഓണസ്റ്റ് ഞാൻ ലേസിനോട് പറഞ്ഞാണൊന്നും വേണ്ടാന്ന്. പക്ഷെ കൊച്ച് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഷോക്കായിട്ടിരിക്കുകയാണ് ഞാൻ. അതെ അതെ കേട്ടോ. കാരണം ഒന്ന് നമുക്കിവിടെ ഭയങ്കര ഒരു സ്പെഷ്യൽ സീറ്റിങ്ങും റിസർവേഷനൊക്കെ ആയിരുന്നു. ഇങ്ങനെ പാട്ടും സംഭവങ്ങളൊക്കെയാണ്. പിന്നെ വൈനാണ് ഇത് ഷാമ്പയിനാണ്. അത് മൊത്തത്തിൽ അടിപൊളിയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് കൊച്ചു. എനിക്ക് എന്താ പോലെ ഞാൻ എന്താ പറയുക, ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് എനിക്ക് ടെൻഷനാണ്. കൊച്ചിങ്ങനെ ഇവരായിട്ടൊക്കെ ഇത് സംസാരിക്കുന്ന കണ്ടപ്പോഴേ മനസ്സിലായി എന്തോ കോഡ് ഭാഷയൊക്കെ. എന്തായാലും ഞാൻ കൊച്ചിയൊന്നും ചെയ്തില്ലെങ്കിലും ഐ എം വെരി ഹാപ്പി. പക്ഷെ ഒരു ഡിഫറെന്റ് ഫീലിംഗ് ആണ് ഫുഡ് കഴിച്ചോളൂ. ഫുഡ് ഇതാണ്. എന്താ വെച്ചാൽ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുന്നത്. Happy birthday to you. Happy birthday to you. Happy birthday dear Sanju Pillai. Happy birthday to you. Thank you. Game over. വീഡിയോ ഇടണ്ട. 4 വീണായിരുന്നു. യെസ്. അത് വീണല്ല. അടിപൊളി. എല്ലാം തകർത്തന്നെ. പഴവുമായിട്ടൊരു മൽപ്പിടുത്തം നടത്താൻ പോവാണ്. പഴം കിട്ടിട്ട് വേണം നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി ഷേക്ക് അടിക്കാൻ. അപ്പൊ ഇട്ടോളൂ. അപ്പൊ ഈ കളി ഞാൻ കളിക്കുന്നത്. ഓക്കെ. 67 എന്റെ സ്കോർ. കൊച്ചൊരു 75 അടിക്കണം. 75
$75 പഴം കൊച്ചിന് എടുക്കാം. നമ്മുടെ കാശെല്ലാം പോയി. കാശെല്ലാം എന്ന് പറഞ്ഞാൽ $8 അല്ലേ? സോറി, €8 പോയി. പക്ഷേ നമുക്ക് പഴം നമ്മളെടുത്തു, കുറെ തലയിലല്ലേ പിടിച്ചു. അങ്ങനെ തിരിച്ചു പോവാം. മൊത്തത്തിലൊരു ദുരന്ത ഗെയിമേ. അതെ, ഗെയിംസ് കളിച്ച് കുറെ കാശ് കളഞ്ഞു. എനിക്കിഷ്ടായി. ഞാൻ കൊച്ചിന് വേണ്ടി അറേഞ്ച് ചെയ്ത പ്രോഗ്രാംസ് ഒക്കെ ഇഷ്ടമായി. അടിപൊളിയായിരുന്നു കേട്ടോ. സർപ്രൈസോട് സർപ്രൈസ്. ഡേയ്സിനെ കൊണ്ട് ഇത്രയും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അവിടെ ഫുഡ് ഡിന്നർ കഴിക്കാൻ ചെന്നപ്പം അവിടെ നമുക്ക് സെപ്പറേറ്റ് റിസർവേഷൻ, പിന്നെ അത് കഴിയുമ്പോൾ ഡ്രിങ്ക്സ്. ഇതെന്താ തീർന്നിട്ടില്ല ഇപ്പോഴും. എനിക്ക് വയ്യ. ഇതെന്തോ വെച്ചത്? ഇച്ചിരി തേങ്ങാ വെള്ളം. ഡിക്സൺ എന്ന് പറയുന്നത് ഫാമിലി നെയിം. ഹാപ്പി ബർത്ത്ഡേ, വി വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഓൺ യുവർ സ്പെഷ്യൽ ഡേ, ബെസ്റ്റ് വിഷസ്. ഇത് കൊച്ചിന്റെ അറേഞ്ച്മെന്റ് ആണോ? യെസ് മൈ ഡാർലിംഗ്. എന്റെ പൊന്നോ. ഇതിന്റെ അടുത്ത സാധനങ്ങൾ എന്തൊക്കെയാണ്? കേക്ക്, അല്ല ബിസ്ക്കറ്റ്സ്, പിന്നെ ഡ്രിങ്ക്സ്. അവിടെ ഉണ്ടായിരുന്ന ഒരു ഷാമ്പെയിന്. ഇതെല്ലാം കൂടെ ആര് കുടിക്കും? മുറിയിലുണ്ട് ഷാമ്പെയിൻ. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനി തലോണ കടയിലുണ്ട് ഷാമ്പെയിൻ. സർപ്രൈസിന്റെ ഒരു എന്താ പറയാ, റിലേ ആണ് ഇന്ന്. ഇനി ഇതിലൂടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? കൊച്ചി ഫസ്റ്റ് സർപ്രൈസ് ഇന്നലെ നമുക്ക് വൈകിട്ട് തന്നെ കൊച്ചിന് കാർഡും, അതെനിക്ക് ഊഹിക്കാം കൊച്ചു എന്തായാലും ഗിഫ്റ്റ്. പക്ഷെ ഞാൻ വിചാരിച്ചത് ഇന്ന് കിട്ടും എന്നാണ് കേട്ടോ. അത് ഇന്നലെ തന്നു. അപ്പൊ ഞാൻ വെച്ചാൽ അവിടെ തീർന്നു. പിന്നെ ഇവിടെ വന്നിട്ടും മൊത്തത്തിൽ എന്നെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ രാത്രി എത്ര 10 മണിയായി. ഇനി എനിക്ക് ഞെട്ടാൻ വയ്യ. അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച് കൊച്ചേ. താങ്ക് യു ഡിക്സു. കൊച്ചിന് ഇഷ്ടമായോ നമ്മളുടെ? അവിടെ നമുക്ക് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഡാൻസ്, ഇങ്ങനത്തെ സ്റ്റെപ്പുകളായിരുന്നു. അതൊക്കെ ഉണ്ടായിരുന്നു. കൊള്ളായിരുന്നു. പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇൻക്ലൂസീവിനകത്ത് ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് കേട്ടോ. മുകളിൽ ഡാൻസ് ഉണ്ടായിരുന്നു. 2-3 നമ്മൾ കണ്ടു. പാട്ട് കണ്ടു. ഒരു കോമഡി സ്കിറ്റ് ഒരു സംഭവം ഉണ്ടായിരുന്നു. ഭാഷ നമുക്ക് മനസ്സിലാവില്ലെങ്കിലും നമുക്ക് തീം മനസ്സിലായി അല്ലേ? ഗെയിംസ് കളിച്ച് പൊട്ടിപ്പൊളിഞ്ഞു. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. നാളെയാണോ ബർത്ത്ഡേ? പക്ഷെ ഇന്നത്തെ ദിവസം പറയായിരുന്നു. നമുക്കിനി കുറച്ച് റീൽസ് ചെയ്യാനുള്ള പരിപാടിയുണ്ട്. അപ്പൊ അതിന്റെ ഒരു റിഹേഴ്സലൊക്കെ ആ റീൽസ് കാണുമ്പം സ്നേഹ അൻസു എന്നെ ഓടിക്കാവളുമാര് പഠിപ്പിച്ചാണ്. എനിവേ ഞങ്ങള് നാളത്തെ ദിവസത്തേക്ക് ഇനിയും നോക്കുന്നു അല്ലേ? എന്തായാലും ഞാൻ പറഞ്ഞ എന്തായാലും കൊച്ച് ഒത്തിരി കാര്യങ്ങൾ ചെയ്തേട്ടാ. അടിപൊളിയായിരുന്നു. എൻജോയ് ചെയ്തല്ലോ. പിന്നെ നല്ല ദിവസമായിരുന്നു. താങ്ക് യു ഡേയ്സ്. ഓക്കെ, അപ്പൊ ഇനി നാളെ കാണാം.